ഇന്ന് ഈ ആരാധനയിൽ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ വേർതിരിക്കുന്നത് ത്രിയേക ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം എത്ര വലുതായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ത്രിയേക ദൈവം അല്ലെങ്കിൽ ട്രിനിറ്റി, ത്രിത്വം എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? ത്രിയേക ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം എത്രമാത്രം വിലയേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായി ഇന്ന് ശ്രമിക്കുകയാണ്. നമ്മുടെ ആരാധനകളിലെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഈ ത്രിത്വത്തെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. പഴയ നിയമം മുതൽ പുതിയ നിയമത്തിൻ്റെ ഒടുവിൽ വെളിപാട് പുസ്തകം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ത്രിയേകനാണ്, ത്രിത്വത്തിൽ വസിക്കുന്നവനാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് ഈ ത്രിയേക ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്നതും ഈ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തെ എങ്ങനെ അനുഗ്രഹകരമാക്കുമെന്നതും നമ്മൾ ഇന്ന് ചിന്തിച്ച് ഈ നന്മകളെ നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് മടങ്ങുന്നതിന് ഏവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ത്രിയേക ദൈവമെന്ന് നമ്മൾ ഓർക്കുമ്പോൾ 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്നാമത് പിതാവായ ദൈവം, 2 പുത്രനായ ദൈവം, 3 പരിശുദ്ധാത്മാവ്. ഈ 3 കാര്യങ്ങളും ഇതിനുള്ളിൽ അന്തർലീനമായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് പഴയ നിയമ പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടി വിവരണം നടത്തുന്ന ഭാഗത്ത് ആദ്യം മുതലേ ദൈവം ഈ 3 ആളത്വങ്ങളിൽ വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനം 6 ദിവസത്തെ സൃഷ്ടികളോടെയൊക്കെ വിവരണം രേഖപ്പെടുത്തുന്നതിനൊടുവിൽ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറയുകയാണ്. നാം എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പേരുണ്ട്? ഒരാളാണോ? ഒന്നിലധികം ആൾക്കാരുണ്ട്. പ്ലൂറലാണ്. പ്ലൂറൽ സെൻസിലാണ് ആ ടെൻസ് പറഞ്ഞിട്ടുള്ളത്. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവം ബാക്കി എല്ലാ സൃഷ്ടിയും നടത്തിയതിന് ശേഷം ദൈവം ആ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതുപോലെ പിതാവായ ദൈവം അവിടെയുണ്ട്, പുത്രനായ ദൈവവും ആദ്യം മുതലേ ഉണ്ട്. ആദ്യം മുതലേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എക്സിസ്റ്റഡ് ആണ്, നിലവിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് സൃഷ്ടി വിവരണം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു കാര്യം രേഖപ്പെടുത്തി പോകുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ഏത് സ്വരൂപത്തിലാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്വരൂപത്തിലാണ്. പിതാവായ ദൈവമാണ് ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ പിതാവിൻ്റെ ആളത്വം മനുഷ്യനിലുണ്ടായി. പുത്രനായ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ രൂപമായിരുന്നു മനുഷ്യന് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആര് വന്നു? പുത്രൻ വന്നു. ഇനി 3-മതൊരാൾ കൂടെ വരാനുണ്ട്, പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വന്നത്? നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വചനം: ദൈവം മനുഷ്യനെ നിർമ്മിച്ചു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി മാറി. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനിൽ ഈ 3 കാര്യങ്ങളും ദൈവം പൂർണ്ണമായി നിറച്ചിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ മനുഷ്യനിലുണ്ട്. മനുഷ്യന് ദൈവം കൊടുത്തത് പുത്രനായ ക്രിസ്തുവിൻ്റെ രൂപഭാവമായിരുന്നു. മനുഷ്യൻ്റെ രൂപം, അങ്ങനെ പുത്രൻ അതിനുള്ളിലുണ്ടായി. പരിശുദ്ധാത്മാവാകുന്ന ജീവശ്വാസം ഉള്ളിലേക്ക് ഊതിയതിലൂടെ മനുഷ്യന് ഈ 3 കാര്യങ്ങളും ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യനെക്കുറിച്ച് നമ്മൾ പറയുന്നത്, മനുഷ്യനുള്ളിൽ ഇതുപോലെ 3 കാര്യങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ദൈവത്തിന് 3 ആളത്വങ്ങൾ ഉള്ളതുപോലെ മനുഷ്യനും 3 വ്യത്യസ്ത മേഖലകളിലാണ് ശരീരത്തെ ദൈവം പറഞ്ഞു വയ്ക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം ഉള്ളതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഇത് 3ഉം പരിശുദ്ധ തൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനുശേഷം കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് നമ്മൾ ഒരു ഭാഗം കൂടി വായിച്ചാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വചനം: മനുഷ്യൻ തെറ്റ് ചെയ്ത്
ദൈവ തേജസ്സിൽ നിന്ന് അകന്നുപോയി. തെറ്റ് കാരണം ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനോട് ദൈവം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. 22-ാം വചനം, നമ്മിൽ ഒരുത്തനെ പോലെ അവനായി തീർന്നിരിക്കുന്നു. മനുഷ്യർ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ. നമ്മിൽ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ത്രിയേക ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളാണ്. അല്ലെങ്കിൽ എന്നിൽ ഒരുത്തനെ പോലെ ആയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ ദൈവം പറയുന്നു നമ്മിൽ ഒരുത്തനെ പോലെ. നാം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. അപ്പോൾ ഈ 3 ആളത്വങ്ങളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആദ്യം മുതൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കണം. ഇത് 3 മനുഷ്യനോട് ഉള്ള ബന്ധത്തിൽ ദൈവം നൽകിയതാണ്. ഈ 3 ആളത്വങ്ങളോടും ഒരു കൂട്ടായ്മ ബന്ധം, ഫെലോഷിപ്പ് ഉണ്ടാകണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു ഫെലോഷിപ്പ് ദൈവം ആദ്യം ആദാമുമായിട്ട് ഉണ്ടാക്കി. പക്ഷേ ആ ഫെലോഷിപ്പ് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു പോയി. ഈ കൂട്ടായ്മ നിന്നുപോയി. അങ്ങനെയാണ് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. എന്നാൽ ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗത്ത് വീണ്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നുണ്ട്. എ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, എ ട്രയൻ ഗോഡ് ഈസ് ഡെവലപ്പിംഗ് അഗൈൻ. വീണ്ടും ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ്. അതാണ് ഇന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ആദ്യ സൃഷ്ടി വിവരണം പറഞ്ഞു പോകുമ്പോൾ തന്നെ ദൈവം ഏകനല്ല എന്ന് ദൈവം പഠിപ്പിക്കുന്നു. ഏകനല്ലാത്തത് കൊണ്ട് തന്നെ ദൈവം മനുഷ്യരോട് എപ്പോഴും സ്നേഹത്തിൽ കൂട്ടായ്മയിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപകൾ നൽകി മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നാൽ മനുഷ്യൻ അകന്നുപോയി, കൂട്ടായ്മയും നഷ്ടപ്പെട്ടു പോയി, തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് കൂട്ടായ്മ ലഭിക്കുന്നത്? ഒരു തോട്ടത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. എന്നാൽ മറ്റൊരു തോട്ടത്തിൽ വച്ച് ഈ കൂട്ടായ്മയെ ദൈവം വീണ്ടും ചേർത്ത് വയ്ക്കുകയാണ്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വചനം. അവിടെ വായിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവമാണ്. വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ട കൂട്ടായ്മ വീണ്ടും ലഭിക്കുന്ന ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം, യഹോവയായ ദൈവം അവന് പ്രത്യക്ഷനായി. ആർക്കാണ് പ്രത്യക്ഷനായത്? അബ്രഹാമിന് പ്രത്യക്ഷനായി. എവിടെ വെച്ച് പ്രത്യക്ഷനായി? മമ്രയുടെ തോപ്പിൽ അല്ലെങ്കിൽ തോട്ടത്തിൽ വെച്ച് പ്രത്യക്ഷനായി. ഒരു തോട്ടത്തിൽ വെച്ച്. ഏത് തോട്ടത്തിൽ വെച്ച്? ഏദൻ തോട്ടത്തിൽ വെച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള ബന്ധത്തിലുള്ള മനുഷ്യൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. എന്നാൽ മറ്റൊരു തോട്ടത്തിൽ വെച്ച് ഇതേ കൂട്ടായ്മയിലേക്ക് ദൈവം മനുഷ്യൻ്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണ് ആദ്യമായി ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആദാമിൻ്റെ ദൈവമെന്ന് പറഞ്ഞല്ല പരിചയപ്പെടുത്തുന്നത്, അബ്രഹാമിൻ്റെ ദൈവമെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ അബ്രഹാമിൻ്റെ അരികിൽ മറ്റൊരു തോട്ടത്തിൽ ദൈവം ത്രിയേകനായി ഇറങ്ങി വന്ന് ദൈവം അവന് മുന്നിൽ നിൽക്കുകയാണ്. ആ തോട്ടത്തിൻ്റെ പേരാണ് മമ്രയുടെ തോട്ടം അല്ലെങ്കിൽ മമ്രയുടെ തോപ്പ് എന്ന് നമ്മൾ വിളിക്കും. മനസ്സിലാക്കുക, ഏദൻ തോട്ടത്തിൽ നിന്ന് ഈ സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ മറ്റൊരു തോട്ടമാകുന്ന ഒരു തോട്ടം, ഏതാണ് ആ തോട്ടം? മമ്രയുടെ തോട്ടത്തിൽ വെച്ച് ദൈവം വീണ്ടും മറ്റൊരു മനുഷ്യന്, ആ മനുഷ്യൻ്റെ പേര് അബ്രഹാം, അദ്ദേഹത്തിന് ദൈവം പ്രത്യക്ഷനായി. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, യഹോവ അവന് തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. ദൈവം പ്രത്യക്ഷനായി എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ദൈവം എങ്ങനെയാണ് പ്രത്യക്ഷനായി എന്ന് പറയുന്നത്? അവൻ കൂടാരവാതിൽക്കൽ ആ സമയത്ത് ഇരിക്കുകയായിരുന്നു. തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാരെ കണ്ടു. ഈ 3 എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യത്തിൽ ദൈവം അവനെ കണ്ടു എന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ദൈവം അബ്രഹാമിനെ സന്ദർശിച്ചത് ഏത് രൂപത്തിലായിരുന്നു? പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക നാമത്തിൽ ദൈവം പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. എന്നാൽ വന്നത് 3 പേരുടെ രൂപത്തിലാണ്. ആരൊക്കെയാണ്? പിതാവായ ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ, പുത്രനായ ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ 3 രൂപത്തിൽ അവിടെ ദൈവം അവന് ഒരുമിച്ച് ഒരു സമയത്ത് പ്രത്യക്ഷനായി. എന്തുകൊണ്ടാണ് ഈ തോട്ടത്തിൽ വെച്ച് പ്രത്യക്ഷനായത് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 18-ാം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. അബ്രഹാം എന്ന പേര് അപ്പോൾ അബ്രഹാമിന് ലഭിച്ചിട്ടില്ല. അബ്രഹാം എന്ന പേര് ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അബ്രാം എന്ന പേരിലാണ്.
അബ്രാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം വിവരിക്കുമ്പോൾ 18-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും, അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അബ്രഹാം തൻ്റെ കൂടാരം നീക്കി അടിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. കൂടാരവാസികളാണ്, വാണ്ടറിങ് കമ്മ്യൂണിറ്റിയാണ്. സ്വന്തമായിട്ടൊരു സ്ഥലമില്ല. ഒരു ദേശത്ത് കുറച്ച് ദിവസം പോയി പാർക്കും, വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോയി പാർക്കും. അങ്ങനെ മമ്രയുടെ തോപ്പിനരികെ വന്ന് താമസിക്കുകയാണ്. മമ്രയുടെ തോപ്പിൽ വന്നു, അവിടെ പാർത്തു. ഇവിടെ വന്നപ്പോൾ അബ്രഹാം ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ എന്താണ് മമ്രയുടെ തോപ്പിൻ്റെ പ്രത്യേകത? മമ്രയുടെ തോപ്പിലാണ് അബ്രഹാം ദൈവത്തെ ആരാധിച്ചത്. ദൈവ ആരാധനയുള്ള ഒരു സ്ഥലമാണ് മമ്രയുടെ തോപ്പ്. എന്നാൽ ദൈവ ആരാധനയും ദൈവത്തോടുള്ള കൂട്ടായ്മയും നഷ്ടപ്പെട്ടു പോയൊരു സ്ഥലമായിരുന്നു ഏദൻ തോട്ടം. എവിടെയാണ് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നത്, അവിടെ നിന്നെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെടും. എവിടെയെല്ലാം ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്നു, എവിടെയെല്ലാം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ മനുഷ്യൻ ചേർന്ന് വരാൻ ആഗ്രഹിക്കുന്നു, എവിടെയെല്ലാം ആരാധനാലയങ്ങൾക്കുള്ളിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവമക്കൾ കൂടി വരുന്നു, അവിടെ ദൈവം ത്രിയേക സാന്നിധ്യമായി ഇറങ്ങി വരികയും ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ ദൈവം താൻ മനുഷ്യരോടുകൂടെ സങ്കേതമായി കോട്ടയായി വന്ന് വസിച്ച് ദൈവജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അനുഭവമാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് മാറി മമ്രയുടെ തോപ്പിൽ വെച്ച് സംഭവിക്കുക. എന്താണ് മമ്രയുടെ തോപ്പിൻ്റെ പ്രത്യേകത? മറന്നു പോകരുത്. മമ്രയുടെ തോപ്പ് ആലയമുള്ള ഒരു സ്ഥലമാണ്, ആരാധനയുടെ ഒരു കേന്ദ്രമുള്ള ഒരിടമാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ വീട് ദൈവ ആരാധനയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പശ്ചാത്തല സൗകര്യങ്ങളുള്ള ഒരിടമാണെങ്കിൽ ദൈവം ത്രിയേക സാന്നിധ്യത്തിൽ നിങ്ങളുടെ വീടിനുള്ളിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് പറയുക, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ത്രിയേക സാന്നിധ്യമായി നമ്മുടെ വീടുകൾക്കുള്ളിൽ, നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇറങ്ങി വരണമെന്നുണ്ട് എങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധമുണ്ടാക്കണം. ഈ കൂട്ടായ്മ ബന്ധം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഒരു കാര്യം നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതിൻ്റെ പേരാണ് ദൈവ ആരാധനകളോട് നമ്മൾ ചേർന്ന് വന്നിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചിരിക്കണം. ദൈവത്തോടുള്ള ആരാധന ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ ഇല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓരോ ആരാധനയും ഓരോ കൂട്ടായ്മയും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നമ്മളെ വളർത്തുകയാണ്. നമ്മൾ നിഷേധിക്കുന്ന, നമ്മൾ ഒഴിവാക്കുന്ന, നമ്മൾ വില കുറച്ച് കാണുന്ന ഓരോ കൂട്ടായ്മയും നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ദൈവാനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ പിറകിലേക്ക് പോകുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഈ കാര്യം പ്രധാനമായിട്ട് ഓർക്കണം. അങ്ങനെ മമ്രയുടെ തോപ്പിൽ ദൈവ സാന്നിധ്യമായി 3 ആളത്വങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തെ മനുഷ്യർ എവിടെ ആരാധിച്ചാലും ദൈവം പറയുന്നൊരു വാഗ്ദത്തമുണ്ട്. നിങ്ങൾ എത്ര പേരാണ്? 2-3 പേർ. അപ്പോൾ അവിടെ എത്ര പേരാണുള്ളത്? മാക്സിമം 3. അതിൻ്റെ അർത്ഥം എന്താണ്? ത്രിയേക നാമത്തിൽ, ത്രിയേക ദൈവത്തോടുള്ള ബന്ധത്തിൽ 2-3 പേർ. 3 പേരെന്ന നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട്. 2-3 പേർ ദൈവത്തോട് യാചിക്കുന്നതിലൊക്കെയും ദൈവം ഇടപെട്ട് അതിൽ മറുപടി നൽകി അനുഗ്രഹിക്കും എന്നതാണ്. അപ്പോൾ ഈ ത്രിയേക ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച്, പിതാവിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം പുത്രനിൽ വിശ്വസിച്ച്, പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അതുപോലെ ദൈവം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ വിശ്വാസ പ്രമാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശ്വാസ പ്രമാണത്തിൽ ആദ്യം പറഞ്ഞു വരുന്നത് ആരിലെ കുറിച്ചാണ്? സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൽ എന്ത് ചെയ്യണം? പിതാവായ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പെന്തയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥനായ പുത്രനായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഏറ്റുപറയുന്നു. 3-ാമത് നമ്മൾ പറയുന്ന കാര്യം പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വിശ്വാസ പ്രമാണം, നമ്മുടെ ക്രീഡ്, നമ്മുടെ ഫെയ്ത്ത് ക്രീഡ് പൂർണ്ണമായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ 3 ആളത്വങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ത്രിയേക ദൈവത്തെ പൂർണ്ണമായിട്ട് ഹൃദയങ്ങൾക്കുള്ളിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി, നൽകുന്നതിന് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് വിശ്വാസ പ്രമാണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ വിശ്വാസ പ്രമാണം ഒരു ആരാധനയിൽ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമുണ്ടത്. 2 സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും വിശ്വാസ പ്രമാണം പറയും.
ഒന്ന് സഭയുടെ പ്രധാനപ്പെട്ട ആരാധനകളിൽ, ഞായർ ആരാധനകളിൽ പറയും. പിന്നെ ഒരു സ്ഥലത്തുകൂടെ പറയും. എവിടെയാണെന്നറിയാമോ? എവിടെയാണ്? അടക്ക ശുശ്രൂഷ നടത്തുമ്പോഴും സ്മാരക ശുശ്രൂഷ നടത്തുമ്പോഴും ഈ കാര്യങ്ങൾ പറയും. വേറെ എവിടെയെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ദൈവ ആരാധനകളിൽ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഏറ്റുപറയേണ്ട ഒരു കാര്യമാണ് വിശ്വാസ പ്രമാണം. അതുപോലെ നമ്മൾ ഏറ്റുപറയണം ഒരു സമയത്ത് എവിടെയാണ്? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെയൊക്കെ മധ്യത്തിൽ അവർക്ക് സാക്ഷ്യമായി നിന്നുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ദൈവമുണ്ട്, പിതാവാണവൻ, പുത്രനാണവൻ, പരിശുദ്ധാത്മാവാണവൻ. എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് അവൻ വീണ്ടും വരും. അതാണ് നമ്മുടെ വിശ്വാസം. മരിച്ചവരെ അവൻ വീണ്ടും ചേർത്തുകൊള്ളും. ഈ ത്രിയേക ദൈവത്തിലുള്ള കൂട്ടായ്മയാണ് നമ്മളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആ ഒരു അടിസ്ഥാന ബന്ധം നമുക്ക് എപ്പോഴും ദൈവത്തോടുണ്ടായിരിക്കണം. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം ഒടുവിൽ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ നമ്മളോട് പറയുന്ന നമുക്കുള്ള ഒരു ദൂത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, നിങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ കൃപയുണ്ടാകണം. 2, ദൈവത്തിൻ്റെ സ്നേഹമുണ്ടാകണം. 3, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുണ്ടാകണം. നമ്മുടെ ആരാധനകളുടെയൊക്കെ ഒടുവിൽ നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ബെനഡിക്ഷൻ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞാണ് ആശീർവാദം സ്വീകരിക്കുന്നത്. ഏതൊക്കെയാണ്? 1, ക്രിസ്തുവിലൂടെയുള്ള കൃപ. നമുക്ക് കൃപ ലഭിക്കുന്നത് ആരിലൂടെയാണ്? ക്രിസ്തുവിലൂടെയാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ അല്ല, ക്രിസ്തുവിൻ്റെ കൃപ കൊണ്ടാണ്. കൃപയാലല്ലോ വിശ്വാസത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളോ നിങ്ങളുടെ മികവുകളോ അതിന് കാരണമല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ കൃപ. 2, ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് നമ്മളോടൊരു സ്നേഹമുണ്ട്. ഈ സ്നേഹമാണ് നമ്മളെ ഈ ലോകത്ത് കൂട്ടായ്മ ബന്ധത്തിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. 3, നമുക്ക് ഈ ഫെലോഷിപ്പ് നൽകുന്നത് എവിടെ നിന്നാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണമെന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനോട് ആഗ്രഹിച്ചതാണ്, പക്ഷേ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ മമ്രയുടെ തോപ്പിൽ വെച്ച് ഈ 3 കാര്യങ്ങളും വീണ്ടും ദൈവം മനുഷ്യന് നൽകുകയാണ്. എങ്ങനെയാണ് ഇത് 3ഉം നൽകുന്നത് എന്ന് നമ്മൾ വീണ്ടും പഠിക്കണമെന്നുണ്ട് എങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു. 18-ാമത്തെ അധ്യായം നമ്മൾ മനസ്സിലാക്കി. മമ്രയുടെ തോപ്പിൽ ദൈവം ഇറങ്ങി വന്നു. എങ്ങനെയാണ് ഇറങ്ങി വന്നത്? 3 ആളത്വങ്ങളിൽ. 1 പിതാവ്, 2 പുത്രൻ, 3 പരിശുദ്ധാത്മാവ്. ഈ 3 സാന്നിധ്യമായി ദൈവം അവിടെ വരികയാണ്. അവിടെ വരുമ്പോൾ അബ്രഹാം അവരെ ശുശ്രൂഷിക്കാനായി പോകുകയാണ്. ദൈവം പ്രത്യക്ഷനായി എന്നേ പറയുന്നുള്ളൂ, എന്നാൽ എങ്ങനെയെന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ്. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാരെ തൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം. അബ്രഹാം നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? മമ്രയുടെ തോപ്പ്. ആ തോപ്പിൻ്റെ 2ാമത്തെ പ്രത്യേകത എന്താണ്? അവിടെ ദൈവാരാധനയുള്ള ഒരു സ്ഥലമാണ്. ദൈവവുമായുള്ള ഒരു എൻകൗണ്ടർ, ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ടായപ്പോൾ ദൈവത്തെ ആരാധിക്കാനായി അബ്രഹാം തുടങ്ങുകയാണ്. ദൈവത്തെ ആരാധിക്കാനായി, പിതാവായ ദൈവത്തിന് ആരാധന അർപ്പിക്കാനായി അബ്രഹാം തുടങ്ങിയെന്നതിൻ്റെ ആദ്യ അർത്ഥമാണ് അബ്രഹാം താൻ നിൽക്കുന്ന സ്ഥലത്ത് ദൈവസാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. അപ്പോൾ ആദ്യ കാലഘട്ടത്ത് ദൈവത്തിൻ്റെ മക്കളെ ആരാധിക്കാനായി പഠിപ്പിച്ചതിൻ്റെ ഒരു പോസ്ചർ, ഒരു രീതിയാണ് നിലം വരെ കുമ്പിട്ട് എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം, ദൈവാലയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കാനായിട്ട് വരുന്നത്. നമ്മളത്രയും വിനയത്തോടെ അബ്രഹാം ചെയ്തതുപോലെ ദൈവത്തെ ആരാധിക്കാനായി നമ്മെ തന്നെ ഹൃദയം കൊണ്ട് വിനയപ്പെടുത്തുക എന്നതാണ് 1ാമത്തെ കാര്യം. അപ്പോൾ 1ാമത് ദൈവം ആഗ്രഹിക്കുന്നത്, പിതാവായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവത്തെ സ്നേഹമുണ്ട് എങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിനയപ്പെട്ട് താഴ്ന്ന് കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കണം.
രണ്ടാമത് ചെയ്യേണ്ടത്, അദ്ദേഹം ആവശ്യപ്പെടുന്നത്, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുത്. അപ്പം ഞാൻ പറഞ്ഞു, കൃപ ആരുമായി ബന്ധപ്പെട്ടതാണ്? യേശുവാണ്. അപ്പോൾ ആദ്യം ദൈവത്തെ ആരാധിച്ച്, പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ പരിപൂർണമായി വിനയപ്പെടുത്തി, താഴ്ത്തി. രണ്ടാമത് അദ്ദേഹം പുത്രനിലേക്ക് പോകുകയാണ്. പുത്രനിലൂടെയാണ് ഏത് കിട്ടുക? കൃപ കിട്ടുക. അദ്ദേഹം പറയുകയാണ്, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ വിട്ടു പോകരുതേ. ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടെ വന്നതിന് ശേഷം രണ്ടാമത് യേശു പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, പുത്രൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ പുത്രനിലാണ് കൃപയുള്ളത്. അബ്രഹാം രണ്ടാമതായി ആ കാര്യം മനസ്സിലാക്കിയിട്ട് ചോദിക്കുകയാണ്, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞിരിക്കുന്നത് കൃപായുഗത്തിൻ്റെ ഉടമയായ യേശുവിലാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അങ്ങനെയെങ്കിൽ യേശുവിനോടാണ്. രണ്ടാമത്തെ പ്രാർത്ഥന, അതിൻ്റെ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. യേശുവിനോടാണ് രണ്ടാമത്തെ പ്രാർത്ഥന, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ വിട്ട് പോകരുതേ. ഇനി നമ്മൾ യേശുവിലേക്ക് പോയി കഴിഞ്ഞാൽ, യേശു 3.5 വർഷം ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തെല്ലാം യേശുവിൻ്റെ അരികിൽ വന്നവർ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്, യേശുവിൻ്റെ കൃപ പ്രതീക്ഷിച്ചിട്ടാണ്. യേശുവിൻ്റെ കൃപ പ്രതീക്ഷിച്ചിട്ടാണ് അനേകർ യേശുവിൻ്റെ അരികിലേക്ക് വരുന്നത്. യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് കഴിയും. മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം, നിനക്ക് കൃപയുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയുമെന്നതാണ്. അങ്ങനെ പഴയ നിയമത്തിൽ അബ്രഹാം തിരിച്ചറിയുകയാണ്, പുത്രനായ ദൈവം കൃപയുള്ളവനാണ്. ദൈവത്തിന് കൃപയുള്ളവനാണ് പുത്രനെങ്കിൽ എങ്ങനെയാണ് പുത്രനായ ദൈവത്തിൻ്റെ കൃപ നമ്മൾ പ്രാപിക്കേണ്ടത്? അദ്ദേഹം ചെയ്ത കാര്യം 5-ാം വാക്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വായിക്കും, അദ്ദേഹം പോയി കാലുകളെ കഴുകിയിട്ട് പറഞ്ഞു, വൃക്ഷത്തിൻ്റെ കീഴിൽ ഇരിപ്പിൻ. കാലുകളെ കഴുകി. ഈ കാലുകളെ കഴുകുന്ന സംഭവം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയാണ്? കർത്താവായ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. അപ്പോൾ കാലുകളെ കഴുകുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്. രണ്ടാമത്, യേശുവിൻ്റെ കാലുകൾ കഴുകി തുടച്ചതായിട്ട് ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് യേശുവുമായുള്ള ബന്ധത്തിൽ ചെയ്ത രണ്ടാമത്തെ കാര്യമാണ്. ആരുടെ കാല് കഴുകി? കൃപ എന്നത് യേശുവാണെന്ന് മനസ്സിലാക്കിയിട്ട് അബ്രഹാം കാലുകൾ കഴുകി. കാല് കഴുകിയെങ്കിൽ കാല് കഴുകിയത് ആരുടെ കാല് തന്നെയായിരുന്നു? പുത്രനായ ക്രിസ്തുവിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ആ കാലുകൾ കഴുകുന്നത്. കാലുകൾ കഴുകിയതിന് ശേഷം അവിടെ ഫീസ്റ്റ് ഒരുക്കി, വിരുന്നൊരുക്കി. ഇതുപോലൊരു വിരുന്ന് ഒരുക്കുന്നത് നമുക്കറിയാം. യേശുവും ശിഷ്യന്മാരും കൂടെ ചേർന്നിരുന്ന ഒരു വിരുന്ന് കഴിക്കുകയാണ്. ആ വിരുന്ന് ഒരുക്കിയത് ഒരു വിരിച്ചൊരുക്കിയ വൻ മാളികയിലായിരുന്നു. അതുപോലെ ഇവരെ എല്ലാവരെയും ചേർത്തിരുത്തിയിട്ട് ഈ 3 പേരോടും ചേർത്ത് ഒരു വിരുന്ന് ഒരുക്കുകയാണ്. ആ വിരുന്നിൽ ഒരു കാളക്കുട്ടിയെ, ഒരു പശുക്കിടാവിനെ ഒരുക്കുന്നുണ്ട്. മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഒരുമിച്ച് അവർ ഭക്ഷിക്കാനായി ഇതെല്ലാം ഒരുക്കി കൊടുത്തിട്ട് അരികിൽ അവരെ ശുശ്രൂഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതുപോലെ ശുശ്രൂഷിച്ച് നിന്നത് നമുക്കറിയാം മാർത്തയാണ്, മറിയയാണ്. ഇവർ രണ്ടുപേരും ആരെ ശുശ്രൂഷിച്ചെന്നാണ് പറയുക? യേശുവിനെ ശുശ്രൂഷിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാം ശുശ്രൂഷ കൊടുത്തത് ആർക്ക് തന്നെയാണ്? പുത്രനായ ക്രിസ്തുവിന് തന്നെയാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകേണ്ടതിനായിട്ടും അത്രേ വന്നത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് മാനിക്കും. ആര് മാനിക്കും? പിതാവ് മാനിക്കും. അബ്രഹാമിന് ഇതറിയാം. അതുകൊണ്ട് അബ്രഹാം ആർക്ക് ശുശ്രൂഷ ചെയ്തു? പുത്രന് ശുശ്രൂഷ ചെയ്തു. ഇനി നമ്മൾ അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്ര പേരായിട്ടാണ് വന്നത്? 3 പേരായിട്ടാണ് വന്നത്. എത്ര പേരാണ്? പ്രത്യക്ഷനായപ്പോൾ ദൈവമെന്ന് മാത്രമേ ഉള്ളൂ, യഹോവ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും മുന്നിൽ വന്നത് 3 പേരാണ്. ഇനി പറയും ഒരാളാണെന്ന്. 10-ാമത്തെ വാക്യം വായിച്ചോ. 10-ാമത്തെ വാക്യം എത്തുന്നതിന് മുമ്പ്, അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് അബ്രഹാം ഉത്തരം പറഞ്ഞു, കൂടാരത്തിലുണ്ട്. അപ്പോൾ 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരുമ്പോൾ, എങ്ങനെയാണ് പറയുന്നത്? ഞാൻ എന്ന് പറഞ്ഞാൽ എത്ര പേരേ ഉള്ളൂ? ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരുമ്പോൾ നിനക്കെന്ത് തരും? ഒരു മകൻ നിനക്കുണ്ടായിരിക്കും. ഞാൻ എന്ന് പറഞ്ഞു പോകുന്നയാൽ അതിൻ്റെ അർത്ഥം ആരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്? യേശുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്.
3 പേരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അബ്രഹാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 2ാമത്തെ ആളിലാണ്. ആരാണത്? ക്രിസ്തു. ക്രിസ്തുവിൽ കൃപയുണ്ട്. ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദത്തമുണ്ട്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവായ ദൈവം മാനിക്കും. ഉടനെ തന്നെ ഒരു മാനമുണ്ടായി. അബ്രഹാം ദൈവപുരുഷന്മാരെ ശുശ്രൂഷിച്ചു. അതിൽ പുത്രൻ്റെ സാന്നിധ്യമാകുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞുകൊണ്ട് ഒരു ദൈവപുരുഷൻ പറയുകയാണ്, ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നീ 1 വർഷം കഴിയുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാകും. ഇനി 3ാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവാണ് അതിനെ ഉറപ്പിച്ചു കൊടുക്കുന്നത്. 3ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന 3ാമത്തെ കാര്യസ്ഥൻ ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ സാറ ഇത് കേട്ട് സംശയിച്ച് ചിരിച്ചോ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതിനെ ഓർമ്മപ്പെടുത്തി തരുന്നതാണ് ആര്? പരിശുദ്ധാത്മാവ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ആകുലപ്പെടേണ്ട, നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെയെങ്കിൽ നീ അടുത്ത വർഷം ഒരു കുഞ്ഞിനെ അണച്ചുകൊള്ളും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, 3 കാര്യങ്ങളെ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആഗ്രഹിച്ചത് നഷ്ടപ്പെട്ടു പോയതിനെ അബ്രഹാം തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ്. എന്താണ് അതിനുള്ള കാരണം? 1, അബ്രഹാം ദൈവത്തെ ആരാധിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി. ആ സ്ഥലത്ത് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവ സാന്നിധ്യം അവിടെ വന്നു. ദൈവമാണ് അവിടെ വന്നത്, പിതാവായ ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിൽ അവൻ ഏറ്റവും വിനയത്തോടെ കുമ്പിട്ട് ആരാധിച്ചു. കൃപ ലഭിക്കുന്നത് പുത്രനിൽ നിന്നാണ് മനസ്സിലാക്കിയിട്ട് പുത്രന് ചെയ്യേണ്ട ശുശ്രൂഷ അവൻ ചെയ്തു. പുത്രന് ശുശ്രൂഷ ചെയ്താൽ ദൈവം മാനിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ മാനമാകുന്ന അനുഗ്രഹം അവന് കിട്ടി. അത് കിട്ടിയപ്പോൾ സംശയം വന്നു. സംശയിക്കുന്നതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് സംശയത്തെ ദൂരീകരിച്ച് വിശ്വാസത്തിൽ അബ്രഹാമിനെ ഉറപ്പിച്ചു. ഇത് നമ്മൾ വായിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിലാണ്. റോമർ 4-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 19-ാമത്തെ വചനം, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്തുകൊണ്ടാണ് അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തത്? അബ്രഹാമിനെ ശക്തിപ്പെടുത്തിയത് 3ാമനായ പരിശുദ്ധാത്മാവായിരുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പല വിശ്വാസപരമായ സംശയങ്ങൾ വരുമ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്നതും ഉറപ്പിച്ചു നിർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. അബ്രഹാമിനെ ശക്തിപ്പെടുത്തിയത് ത്രിയേക ദൈവത്തിൻ്റെ 3ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവാണ്. വായിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം കൊടുത്തു. ആർക്ക് മഹത്വം കൊടുത്തു? ദൈവത്തിന് മഹത്വം കൊടുത്തു. ഓരോ ദൈവാരാധനയിലും ത്രിയേക ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ആ മഹത്വം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം പകർന്ന് ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ മക്കളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും പാഴായി പോയിട്ടില്ല, വെറുതെയായി പോയിട്ടില്ല. അതെല്ലാം നിറവേറ്റപ്പെട്ടിട്ടേയുള്ളൂ. നിറവേറപ്പെടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മുടെ മേൽ വന്ന് ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ബലപ്പെട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് നമ്മൾ പറയുക, പരിശുദ്ധാത്മാവാകുന്ന ശക്തി നമ്മുടെ മേൽ വരണമെന്ന്. നമ്മൾ വായിക്കുക, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ച് അതുകൊണ്ട് തന്നെ അവൻ അത് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, ആർക്ക് കൂടെ വേണ്ടിയാണ്? നമ്മളെ കൂടെ വിചാരിച്ചുകൂടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നിങ്ങൾ നടക്കില്ല എന്ന് കരുതുന്ന ഏത് കാര്യമായിരുന്നാലും എങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം? ആശയ്ക്ക് വിരോധമായി ആശയോടെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം നടക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. നടക്കില്ല എന്നുള്ള കാര്യത്തെ നിങ്ങൾ ആശയോടെ ഏറ്റെടുത്ത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. എങ്കിൽ ദൈവം അത് അബ്രഹാമിന് ചെയ്തു കൊടുത്തതുപോലെ പറയുകയാണ്, ഇത് അബ്രഹാമിന് വേണ്ടി മാത്രം പറഞ്ഞതല്ല, ആർക്ക് കൂടെ വേണ്ടി പറഞ്ഞതാണ്? നമ്മൾ ഓരോരുത്തർക്കും കൂടെ വേണ്ടി പറഞ്ഞതാണ്. ഈ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിശ്വാസത്തെ പ്രതി ദൈവം നമ്മുടെ ജീവിതത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമെന്നതാണ്
അതിൻ്റെ അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വചനം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം. വളരെ ശ്രദ്ധയോടെ നമ്മളത് വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ശ്രദ്ധയോടെ വായിക്കുക. യേശു അവനോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഏതാണ് പ്രമാണിക്കേണ്ട വചനം? ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അബ്രഹാമിന് വേണ്ടി എഴുതിയത് അബ്രഹാമിന് വേണ്ടി മാത്രമല്ല, മനുഷ്യരായ നമുക്ക് കൂടെ വേണ്ടി എഴുതിയതാണെന്നത് നമ്മൾ അനുസരിക്കും, വിശ്വസിക്കും. എങ്ങനെ? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. എൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ ആരാണ്? പിതാവായ ദൈവം വചനമനുസരിക്കുന്നവനെ സ്നേഹിക്കും. 2, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ആരാണ് ഈ ഞങ്ങൾ? ആരാണ് ഈ ഞങ്ങൾ? യേശു പറയുകയാണ് ഞങ്ങൾ. ആരാണ് ഞങ്ങൾ? ഞാൻ വരും, എൻ്റെ പിതാവ് വരും, പരിശുദ്ധാത്മാവ് വരും. ഞങ്ങൾ 3 പേരും വന്ന് അവൻ്റെ അടുക്കൽ അവനോടുകൂടെ വാസം ചെയ്യും. അങ്ങനെയെങ്കിൽ അബ്രഹാമിൻ്റെ അരികിൽ വന്നത് ആര് തന്നെയായിരുന്നു? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. ഈ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അബ്രഹാം ദൈവത്തെ മനസ്സിലാക്കിയതും പുത്രനെ സ്വീകരിച്ചതും പരിശുദ്ധാത്മാവിനാൽ ഉത്സാഹിക്കപ്പെട്ടതും. നമ്മൾ ഈ വചനം ഓർക്കുക. ദൈവവചനത്തെ അനുസരിക്കുന്നവർക്ക് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ നമ്മളോടും പറയുകയാണ്. ദൈവത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, പിതാവായ ദൈവം സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വരും. ഞങ്ങൾ എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വചനത്തിൽ വിശ്വസിച്ച് ആരാധിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 23-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം. അവിടെ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രേക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു. അപ്പോൾ എവിടെയാണ് ദൈവം ഇറങ്ങി വന്നത്? മമ്രയുടെ തോപ്പിൽ. അതിനരികെ തന്നെ, അതായത് ഇവിടെ എന്താണുള്ളത്? മമ്രയുടെ തോപ്പിൽ ദൈവാരാധന നടക്കുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്, അദ്ദേഹം മരിക്കുമ്പോഴും അതിൻ്റെ അരികെ തന്നെ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ അടക്കം ചെയ്യണം. 5 പേരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ആരെയൊക്കെയാണെന്നറിയാമോ? ഒന്ന് അബ്രഹാം, രണ്ടാമത് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ, മകനായ ഇസഹാക്ക്, ചെറുമകനായ യാക്കോബ്, റബേക്ക. ഇത്രയും പേരെ ഇവിടെയാണ് അടക്കം ചെയ്തത്. മനസ്സിലായോ? കാര്യം എന്തെന്ന് പിടികിട്ടിയോ? ദൈവ സാന്നിധ്യമുള്ള ഒരിടത്താണ് അബ്രഹാം വളർന്നു തുടങ്ങിയത്. ദൈവാരാധന തുടങ്ങിയ ഒരിടത്താണ് ദൈവം അവന് പ്രത്യക്ഷനായത്. അതുകൊണ്ട് അവന് നിർബന്ധമുണ്ട്, അവൻ മരിച്ച് ഈ ഭൂമി വിട്ടു പോകുമ്പോഴും അവൻ്റെ ഭൗതിക ശരീരം ദൈവ സാന്നിധ്യമുള്ള മമ്രയുടെ തോപ്പിൻ്റെ അരികെ അടക്കം ചെയ്യപ്പെട്ടിരിക്കണം. അതാണ് അവൻ്റെ ആഗ്രഹം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഈ ലോകത്ത് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കുന്നതോടൊപ്പം ദൈവം ആഗ്രഹിക്കുന്ന നിത്യതയിൽ ദൈവത്തോട് കൂടെ ചേർന്ന് വസിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം എവിടെയാണോ വസിക്കുന്നത് അതിനോട് ചേർന്ന് ദൈവത്തിൻ്റെ മക്കൾ നിത്യതയിൽ വസിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പല പള്ളികളോടും കൂടി ചേർന്ന് സെമിട്രി ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കില്ലെന്നേ ഉള്ളൂ. പണ്ട് ഏത് പള്ളി ഉണ്ടെങ്കിലും പള്ളിയോട് ചേർന്ന് സെമിത്തേരി കാണും. എന്തിനാണ് പള്ളിയോട് ചേർന്ന് ഈ സെമിത്തേരി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? അബ്രഹാമിനുണ്ടായ ഈ ഒരു അനുഭവമാണ്. ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്തോട് ചേർന്നായിരിക്കണം ഏതുമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഏത്? കല്ലറ കെട്ടുന്നതും അതിനോട് ചേർന്നായിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സൗകര്യങ്ങളില്ല, സ്ഥലങ്ങളില്ല. രണ്ടാമത് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടുകൾ ദൈവാലയങ്ങളായി മാറിയപ്പോൾ എന്ത് ചെയ്തു? വീടുകളോട് ചേർന്ന് സ്ഥലങ്ങൾ ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് ചേർന്നാണ് ദൈവത്തിൻ്റെ മക്കളെ ശുശ്രൂഷ കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് അവരെ അടക്കം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പറയുക, അവർ വിശേഷ പാത്രങ്ങളായിരുന്നു, അവർ നിത്യമായ നിദ്രതയിലേക്ക് പ്രാപിച്ചു എന്ന് പറയുന്നതും
അതുകൊണ്ടാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ പ്രത്യേകത, അബ്രഹാം നിത്യതയിലേക്ക് പോകുമ്പോഴും അബ്രഹാം ദൈവസാന്നിധ്യമുള്ള സ്ഥലം വിട്ടു പോകാതെ ചേർന്ന് തൻ്റെ ശരീരം, തൻ്റെ പ്രിയപ്പെട്ടവർ അടക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു ദൈവ മനുഷ്യനായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 56-ാം വചനം, യോഹന്നാൻ 8 അതിൻ്റെ 50. യോഹന്നാൻ നമ്മളോട് പറയുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 8 അതിൻ്റെ 58-ാം വചനം. അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട്, യേശു പറയുകയാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാം തോട്ടത്തിൽ വെച്ച് കണ്ടത് ആരെ തന്നെയായിരുന്നു? പുത്രനായ ക്രിസ്തുവിനെ ആയിരുന്നു. ക്രിസ്തു പറയുകയാണ്. ഇനി 56-ാം വാക്യത്തിലേക്ക് വരിക. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്ന് ഉള്ളുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു. അബ്രഹാം ആരെ കണ്ടു? യേശുവിനെ കണ്ടു. എപ്പോൾ കണ്ടു? മമ്രയുടെ തോപ്പിൽ വെച്ച് കണ്ടു. വർഷങ്ങൾക്ക് ശേഷം യേശു പറയുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാം, അതായത് അബ്രഹാം എൻ്റെ ദിവസം കാണും, അതായത് ഞാൻ ഒരു ദിവസം അവൻ്റെ അരികിൽ വരുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ ഉല്ലാസത്തോടുകൂടെ ഞങ്ങൾ ത്രിയേകരായി അവിടെ ചെന്നപ്പോൾ അവൻ കണ്ട് അതിൽ സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട് ചോദിച്ചു, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, ആമേൻ ആമേൻ. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്, അതുകൊണ്ട് തന്നെ മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാം എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തു മനോഹരമായി യേശു അബ്രഹാം തന്നെ കണ്ടുവെന്നും അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞത്. ഒരു ഭാഗം കൂടി വായിക്കാം. ഗലാത്യർ 3:14. ഗലാത്യർ 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ അബ്രഹാം പുത്രനിൽ നിന്ന് കിട്ടിയ നന്മയെ ജീവിതത്തിൽ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഏതിലൂടെയായിരുന്നു? പരിശുദ്ധാത്മാവിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം. അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ക്രിസ്തു യേശുവിൽ. ആരിലൂടെയാണ് അബ്രഹാമിന് അനുഗ്രഹം കിട്ടിയത്? ദൈവത്തെ ആരാധിച്ചപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അത് കിട്ടിയത്. ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. നമ്മൾ റോമറിൽ വായിച്ചു, അബ്രഹാമിന് വേണ്ടി മാത്രമല്ല പറഞ്ഞത്, നമുക്ക് കൂടെ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിലൂടെ അത് ജാതികളായ നമുക്ക് കിട്ടേണ്ടതിന് നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്തിനെ സ്വീകരിക്കുക? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അത് വലിയൊരു വാഗ്ദത്തമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചുരുങ്ങിയ ഒരു നിമിഷത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പിതാവ്, രണ്ടാമത് പുത്രൻ, 3 പരിശുദ്ധാത്മാവ്. ഇത് 3ഉം യേശുവിൻ്റെ മേൽ വരുന്ന ഒരു അനുഭവമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവായ ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. അപ്പോൾ ദൈവം പുത്രനെ ഓർക്കുകയാണ്. പുത്രനെക്കുറിച്ച് പുത്രൻ എന്ത് ചെയ്തു? വിനയത്തോടെ അത് സ്വീകരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വെളിപ്പെട്ട് അവൻ്റെ മേൽ വരികയാണ്. നമ്മുടെ മേലും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു അനുഗ്രഹം തരാൻ വേണ്ടിയാണ്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ത്രിയേക ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം പറയും, ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ പ്രിയ മകനാണ്, എൻ്റെ പ്രിയ മകളാണ്. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ മകനാണ്, സാറ എൻ്റെ പ്രിയ മകളാണ്. അബ്രഹാം എന്ത് ചെയ്തു? പുത്രനായ ക്രിസ്തു ചെയ്തതുപോലെ വിനയപ്പെട്ടു, താഴ്ത്തി. എന്നിട്ട് ക്രിസ്തുവിലൂടെയുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. കൃപ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അബ്രഹാമിനെ ശക്തിപ്പെടുത്തി. അതുപോലെ ത്രിയേക ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഈ ത്രിയേക ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ കൃപ നൽകി പരിശുദ്ധാത്മാവിലൂടെ ദൈവിക ദാനങ്ങളെ പ്രാപിക്കാനായി നമ്മെ സഹായിക്കും.